ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, പൂജ നടത്തിയത് ഏതായാലും നന്നായി. എൻ്റെ മരുമോൾക്ക് അല്പം വകതിരിവൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്യാം പറയാണ്, അതെ അതെ, ആൻറ്റിക്ക് ഏതായാലും നല്ല ഫലിതപ്രിയ ആണല്ലോ. മരുമോനെ, ഇതൊക്കെ എന്ത്? എൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവിടെ ആരും പുറത്തെടുക്കാനൊന്നും സമ്മതിക്കാറില്ലല്ലോ എന്ന് മുത്തശ്ശിയെ നോക്കി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ, നിന്റെ ആ കഴിവുകളൊന്നും പുറത്തെടുക്കേണ്ട മനോരമേ, ആളുകൾക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാനുള്ളതാണ്. ഇനി ശേഷിക്കുന്നതും കൂടി പുറത്തെടുത്ത് കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കല്ലേ മനോരമ എന്ന് പറയണേ. അല്ലേലും മുറ്റത്തെ ജാസ്മിന് സ്മെല്ലില്ല. എന്തൊരു ഫേറ്റ് എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങ് പോവാണ് കേട്ടോ. അല്ല ശ്രുതി, നീ എന്താ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് നിൽക്കുന്നത്? ഓ, ഞാൻ പറഞ്ഞത് ഓർത്ത് നിൽക്കായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നീ ആരോടെങ്കിലും അറിവുള്ളവരോട് പോയി ചോദിക്കുക. എന്തിനു പറയുന്നു? എൻ്റെ ആ ASR അവരുടെ മുത്തശ്ശിയോട് തന്നെ ചോദിക്കുക. മോതിരവിരലിൽ നിന്ന് മോതിരം ഊരി മാറ്റരുതെന്ന അവര് പറഞ്ഞു തരും. നിനക്ക് ഈ കയ്യിൽ മോതിരം ഇടുന്നതിന്റെ ഗുട്ടൻസ് എന്താന്ന്? ഞാൻ പറയുന്നതേ, മരണം വരെ എന്റെ ഈ കയ്യിൽ ആ മോതിരം വേണമെന്നാ. അല്ല, നിനക്കിന്ന് ജോലിക്കൊന്നും പോവാനില്ലല്ലോ, പിന്നെ എന്തിനാ നീ നേരത്തെ കുളിക്കുന്നത്? എന്തായാലും നീ കുളിച്ചു വാ, എന്നെ അടുക്കളയിലൊന്ന് സഹായിക്കാലോ. നീയും പ്രീതിയും കൂടി അടുക്കള ഏറ്റെടുത്താൽ എനിക്കും പ്രമീളച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാലോ എന്ന് പറഞ്ഞ അമ്മായി പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ അശ്വിൻ്റെ വീടാണ് കാണിക്കുന്നത്. അശ്വിൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ മനോരമയും ഉണ്ട് കേട്ടോ. അപ്പോൾ ലാവണ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല മനോരമ ആൻറ്റി, ഏത് മാസത്തിലാണ് ഈ രാമായണം വായിക്കുന്നത്? അയ്യോ, ലാവണ്യ ബേബിക്ക് അതറിയില്ല. രാമായണം വായിക്കുന്ന മാസം രാമായണ മാസം, ദാറ്റ് ഈസ് ഓൾ എന്ന് പറയുമ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കർക്കിടക മാസത്തിലാണ് ലാവണ്യ. ഞാനത് അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു. എന്തിനാണ് ആ മാസത്തിൽ തന്നെ രാമായണം വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ചോദിച്ചാൽ അതുവരെ നമ്മൾ ഭാഗവതല്ലേ വായിക്കുന്നത്, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അങ്ങനെയൊന്നല്ല ആൻറ്റി, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ശ്രുതി വേണമായിരുന്നു. അതിനെ പറ്റി എല്ലാ കാരണങ്ങളും അവൾക്ക് അറിയാമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണേ. മുത്തശ്ശി പറയുന്നുണ്ട്, ജന്മാഷ്ടമി നാളിൽ ആ കുട്ടി എന്ത് രസമായിട്ടാ കൃഷ്ണന്റെ ജനനം അഭിനയിച്ച് കാണിച്ചത്. എന്ത് രസമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും മുന്നിൽ വന്ന് നിന്ന പോലെ തന്നെ എന്ന് പറയുമ്പോൾ അഞ്ജലിയും പറയുന്നുണ്ട്, എന്ത് രസമായിരുന്നു അവളുടെ ആ പറച്ചിലും അഭിനയവും, എണീറ്റ് നിന്ന് തൊഴാൻ വരെ തോന്നിപ്പോയി എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് ശ്രുതിയെ വിളിച്ചാലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ അവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറച്ച് ദിവസമായിട്ട് സമാധാനം ഉണ്ടായിരുന്നു. എന്തിനാ വീണ്ടും വീണ്ടും അവളുടെ പേരിങ്ങനെ വലിച്ചഴക്കുന്നത്? എപ്പം നോക്കിയാലും ശ്രുതികുമാരി ലക്ഷ്മി. ഇനി അവളുടെ പേര് ഇവിടെ കേട്ടു പോവരുത് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞാ, നിനക്കിത് എന്തു പറ്റി? എന്തിനാ കുഞ്ഞാ, അവൾ പാവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അത്രയ്ക്ക് പാവമൊന്നല്ല, ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തതാന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ അവളുടെ പേര് കേൾക്കുമ്പോൾ അത്രയ്ക്ക് ചൂടാവാൻ? ഒന്നുമില്ലെങ്കിലും അവൾ കുറച്ച് നാളിവിടെ ജോലി ചെയ്ത് സഹകരിച്ചതല്ലേ, അതുകൊണ്ട് നമുക്കൊരു ദോഷം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നീ ആ കുട്ടിയെ വെറുക്കുന്നത്? കുഞ്ഞാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ജീവിതത്തിൽ ആർക്ക് ആരാ സഹായിക്കാനുണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നീ വെറുക്കുന്ന ആ ശ്രുതി തന്നെയായിരിക്കും നിന്നെ ഒരു നാൾ സഹായിക്കാനുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലിക്ക് ദേഷ്യം പിടിച്ചങ്ങ് പോവാട്ടോ. അശ്വിൻ വീണ്ടും ചേച്ചി ശ്രുതിയെ പറ്റി പറഞ്ഞത് ഓർക്കുകയാണേ. ആ സമയം ഒരിക്കൽ തല കറങ്ങി വീഴുന്നതും ശ്രുതി വെള്ളം കുടിപ്പിക്കുന്നതും ഒക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അഞ്ജലി ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി, നീ എവിടെയാ? ഞാൻ വീട്ടിലാ മാഡം. എന്താന്ന് ചോദിക്കുമ്പോൾ, നീ പെട്ടെന്നൊന്ന് ഇവിടെ വരെ വരണം, അത്യാവശ്യമാണ് കുട്ടി. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം, പെട്ടെന്ന് തന്നെ വരണേ പ്ലീസ്, വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ശ്രുതി ഒരു ഓട്ടോയിൽ കയറി വരികയാണ് കേട്ടോ. വീണ്ടും വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വാ ശ്രുതി, ഇവിടെ സംഗതി ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ മാഡം, എന്തിനാ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞത്? എന്താ അവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ നീ വന്നിട്ട് പറയാൻ കുട്ടി, ഒന്ന് പെട്ടെന്ന് വാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി അശ്വിൻ്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ മുത്തശ്ശി ലാവണ്യയോട് ചൂടാവുന്ന കേട്ടോ കാണുന്നത്. എന്താ ഞാൻ ഈ കേട്ടത്? ആ ശ്രുതി ഇവിടെ ഉണ്ടായിട്ട് ഇതൊന്നും നിന്നെ പഠിപ്പിച്ചില്ലേ ലാവണ്യ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ടല്ലോ, മുത്തശ്ശിയുടെ ശബ്ദമാണല്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഭഗവാനെ എന്നൊക്കെ പറയണേ. നോക്കു ലാവണ്യ, ഈ വീട്ടിൽ പല ചിട്ടവട്ടങ്ങളുണ്ട്, അതൊന്നും പഠിക്കാതെ നീ ഇവിടുത്തെ മരുമകളാവാന്ന് പ്രതീക്ഷിക്കേ വേണ്ടെന്ന് പറയുമ്പോൾ, ഇവിടുത്തെ രീതികൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ പല തവണ നോക്കി. ഇത് വിചാരിച്ച് ഇത്രയും വലിയ പുസ്തകമൊന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റില്ല, എന്നെയുമല്ല അതിൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല എന്ന് പറയണ്ടോ ലാവണ്യ. നീ എന്താ വിചാരിച്ചേ? കുഞ്ഞിന് ഞങ്ങളോടും കൂടി ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്. ഈ വീടിന്റെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് നീ പെരുമാറിയില്ലെങ്കിൽ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ലാവണ്യ ചോദിക്കുന്നുണ്ട്, ഞാനത് അനുസരിച്ചില്ലെങ്കിൽ മുത്തശ്ശിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ASR ചിലപ്പോൾ എന്നെ വിവാഹം കഴിക്കും,
അങ്ങനെയല്ലെങ്കിൽ ഞങ്ങൾ പഴയതുപോലെ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചോളാന്ന് പറയാട്ടോ. ഇതൊക്കെ നമ്മുടെ ശ്രുതി കേൾക്കുമ്പോൾ ശ്രുതി ഓടിച്ചെന്ന് മുത്തശ്ശി അങ്ങനെയല്ല, എനിക്ക് വേണ്ടി ലാവണ്യ മാഡത്തോട് മുത്തശ്ശി ക്ഷമിക്കണം, എനിക്കിതൊന്നും പഠിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ. അശ്വിൻ സാർ അതിന് മുൻപേ തീരുമാനം പറഞ്ഞല്ലോ. മുത്തശ്ശി എനിക്ക് ഒരു അവസരം കൂടി താ, ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കതൊന്നും വിശ്വാസമില്ല, ഒറ്റ ദിവസം കൊണ്ട് രാമായണം വായിക്കുന്നത് പഠിപ്പിക്കേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോരമ അങ്ങോട്ട് വരും, എന്താ ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അഞ്ജലി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനേക്ക് രാമായണം വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് തീരെ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഈ ശ്രുതി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മനോരമയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അല്പം മാറി നിന്നിട്ട് പറയുന്നുണ്ട്, ഇത് കീറസാരിയെ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവരാനുള്ള നാടകമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിലിപ്പോൾ ആർക്കൊക്കെ റോളുണ്ടെന്ന് കാത്തിരുന്ന് കാണാം, വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ ഇന്നത്തേത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം.